സദ്യയും വിരുന്നിനെയും കുറിച്ചാണ്. അതിന്റെ അനുബന്ധമായൊരു വിഷയമാണ് സദ്യയും വിരുന്നും. നമ്മളൊക്കെ വിരുന്ന് സൽക്കാരം നടത്താറുള്ളവരാണ്, സദ്യ നടത്താറുള്ളതാണ്. ഏതായാലും ഇന്നിത് കേൾക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് ആതിഥ്യ മര്യാദയെ കുറിച്ച് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി പറയാം. കേട്ടവരൊക്കെ ഒന്ന് മറക്കട്ടെ, അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കണത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹിതനായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ആടറുത്തിട്ടെങ്കിലും താങ്കൾ വിവാഹ സദ്യ നടത്തുക. അതായത് വിവാഹത്തിന്റെ സദ്യ നടത്തുന്നതിന്റെ ആ ഒരു സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസാണിത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹിതനായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും താങ്കൾ ഒരു സദ്യ നടത്തണമെന്ന്. അതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, സൈനബ് റളിയല്ലാഹു അൻഹ എന്ന പത്നിയുടെ വിവാഹ സദ്യ നടത്തിയതിനേക്കാൾ അധികമായി അഥവാ ശ്രേഷ്ഠമായി തന്റെ പത്നിമാരിൽ മറ്റൊരാളുടെ വിവാഹത്തിനും അള്ളാഹിന്റെ തിരുദൂതർ സദ്യ നടത്തിയിട്ടില്ല. ഇതിങ്ങനെ കേട്ടപ്പോ സാബിത്തുൽ ബുനാനി അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ കാലശേഷം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റുമുള്ള ആളുകളുടെ അടുത്തിരുന്നു കൊണ്ട് പറയുകയാണിത്, സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തപ്പോൾ നടത്തിയതിനേക്കാൾ വലിയൊരു സദ്യ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉഷാറായ ഒരു സദ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിവാഹത്തിനോടും അനുബന്ധിച്ച് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാബിത്തുൽ ബുനാനി എന്ന സഹാബിയാണോ അദ്ദേഹം താബിയാണോ എന്നറിയില്ല, അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയായിരുന്നു, എന്ത് സദ്യയാണ് ഇത്രത്തോളം വിശിഷ്ടമായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്? അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, തിരുമേനി അവർക്ക് റൊട്ടിയും മാംസവും ഭുജിപ്പിച്ചു. അവർ തിന്ന് ബാക്കി വരുവോളം, അതായത് അവരുടെ വയറ് നിറഞ്ഞ് ബാക്കിയാവുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് റൊട്ടിയും മാംസവും ഭക്ഷിപ്പിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ആഹാരത്തിൽ അതായത് സദ്യയിൽ ഏറ്റവും ദുഷിച്ചത് സമ്പന്നരെ ക്ഷണിക്കുകയും ദരിദ്രരെയും അഗതികളെയും ഒഴിവാക്കുകയും ചെയ്യുന്ന സദ്യാഹാരമാണ്. ആഹാരത്തിൽ ഏറ്റവും ദുഷിച്ചത് എന്താണ്? സമ്പന്നരെ മാത്രം ക്ഷണിക്കുകയും അല്ലെങ്കിൽ പ്രശസ്തരെയും പ്രമാണിമാരെയും മാത്രം ക്ഷണിക്കുകയും അഗതികളെയും ദരിദ്രന്മാരെയും ഒക്കെ അവഗണിക്കുകയും ചെയ്യുന്ന സദ്യാഹാരമാണ് ആഹാരത്തിൽ ഏറ്റവും ദുഷിച്ചത്. സദ്യക്കുള്ള ക്ഷണം ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അനുസരണക്കേട് കാണിച്ചു. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇത് പറയുന്നത്. അതായത് ഒരാൾ നമ്മെ ക്ഷണിച്ചിട്ട് ആ ക്ഷണം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചതുപോലെയാണ്, അള്ളാഹിനെയും റസൂലിനെയും ധിക്കരിച്ചതുപോലെയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുദ്ധരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്, നിങ്ങളെ സദ്യക്കു ക്ഷണിക്കപ്പെട്ടാൽ അതിൽ പങ്കെടുക്കുക. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളായിട്ട് എണ്ണിയതാണ് എന്ന് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, സദ്യക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ ക്ഷണം സ്വീകരിക്കുക, എന്നിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ആഹാരം ഉപേക്ഷിക്കുക. അതായത് നമുക്ക് സദ്യ, എനിക്ക് ഇപ്പൊ വിശക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ ഭക്ഷണം വേണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്നല്ല. സദ്യക്കൊരാൾ ക്ഷണിച്ചാൽ നമ്മൾ ആ ക്ഷണം സ്വീകരിക്കുകയും അദ്ദേഹത്തെ ചെന്ന് കാണുകയും ഇതാ ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും കുശലാന്വേഷണം നടത്തുകയും എന്നിട്ട് ഭക്ഷണം നമുക്ക് ആവശ്യമില്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞുകൊണ്ട്, എനിക്ക് വയറിന് സുഖമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഭക്ഷണം, അല്ലെങ്കിൽ ഞാനൊരു മരുന്ന് കുടിക്കുന്നത് കൊണ്ട് എനിക്ക് ഉള്ളത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിനും സന്തോഷമാവാം, എന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹം എന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും അല്ലെങ്കിൽ പോലും എന്റെ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടി എന്നെ ബഹുമാനിച്ചുകൊണ്ട് എനിക്ക് വില കൽപ്പിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം ആ ക്ഷണിച്ച വ്യക്തിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സദ്യക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ ക്ഷണം സ്വീകരിക്കുക, എന്നിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആഹാരം കഴിക്കാം, ഇല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങളിൽ വല്ല വ്യക്തിയും ക്ഷണിക്കപ്പെട്ടാൽ അവൻ ക്ഷണം സ്വീകരിക്കട്ടെ. അവൻ നോമ്പുകാരനാണെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കട്ടെ, നോമ്പില്ലാത്തവനെങ്കിൽ ആഹാരം കഴിക്കുകയും ചെയ്യട്ടെ.
ഒരു നോമ്പുകാരനാണെങ്കിൽ നമ്മൊരാൾ വെച്ചാല് എനിക്ക് നോമ്പാണല്ലോ പിന്നെന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് വിചാരിക്കാതെ അവിടെ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സദ്യയും വിരുന്നും ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. സദ്യകൾ പലവിധമുണ്ട്. പ്രസവം, അഖീഖത്ത്, ചേലാകർമ്മം, വിവാഹം, മധുവിധു, ഗൃഹപ്രവേശം, തിരിച്ചുവരവ്, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കൽ, ഖുർആൻ ഖതം ചെയ്യുക, മതവിജ്ഞാന ഗ്രന്ഥം വായിച്ചു തീർക്കുക, ഇവയിൽ ഓരോ കാര്യത്തിനും സദ്യ നടത്തൽ സുന്നത്താണ്. മാഷാ അല്ലാഹ്, എന്തിനൊക്കെയാണ് സദ്യ നടത്തൽ സുന്നത്തുള്ളത്? നമ്മളൊരു ഖുർആൻ ഓതി ഖതം പൂർത്തിയായ അതിനുവേണ്ടി സദ്യ നടത്തൽ സുന്നത്താണ്. അതുപോലെ നമ്മളൊരു ഹദീസ് ഗ്രന്ഥമോ നല്ലൊരു കിതാബൊക്കെ വായിച്ചു തീർന്നാല് അതിന്റെ സന്തോഷത്തിൽ സദ്യ നടത്തൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു ദീർഘയാത്രയിൽ നിന്ന്, ഹജ്ജ് പോലത്തെ ദീർഘയാത്രകളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്നാൽ അതിനുവേണ്ടി സദ്യ നടത്താം. അതുപോലെ ഗൃഹപ്രവേശം അത് പിന്നെ എല്ലാവരും നടത്തുന്നതാണ്, പാലുകാച്ചൽ എന്നുള്ള പേരില്. അതുപോലെ മധുവിധു, വിവാഹത്തിന് വേറെ സദ്യ, മധുവിധുവിന് വേറെ സദ്യ. അതുപോലെ ചേലാകർമ്മം, അഖീഖത്ത്, പ്രസവം, ഇതിനൊക്കെ നമ്മൾ സാധാരണ നടത്താറുള്ളത് കൊണ്ട് പ്രത്യേകം പ്രസ്താവിക്കുന്നില്ല. ഇതൊക്കെ സുന്നത്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു നിയത്തോടു കൂടി നടത്തുമ്പോൾ നമുക്കതിന് പ്രതിഫലം കൂടും. അപ്രകാരം തന്നെ മരണദുഃഖം അനുഭവിക്കുന്നവർക്ക് അവരുടെ അയൽവാസികൾ നൽകുന്ന സ്വാന്തന സദ്യയും പ്രത്യേക കാരണമൊന്നുമില്ലാതെ നൽകുന്ന സൗഹൃദ സദ്യയും ആതിഥേയൻ അതിഥിക്ക് നൽകുന്ന സദ്യയും ഒക്കെ സുന്നത്തായ സദ്യകളിൽ പെടുന്നു. വാർഷികം പറഞ്ഞിട്ടില്ല. വിവാഹം, മധുവിധു, ഗൃഹപ്രവേശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് മരണദുഃഖം അനുഭവിക്കുന്നവർക്ക് അവരുടെ അയൽവാസികൾ നൽകുന്ന സാന്ത്വന സദ്യ? അതും സുന്നത്താണ്. അതുപോലെ പ്രത്യേക കാരണമൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചുകൊണ്ട് സദ്യ നടത്താം, അതും സുന്നത്താണ്. അതുപോലെ ഒരു ആതിഥേയൻ അതിഥിക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിക്ക് വേണ്ടി നൽകുന്ന സദ്യയും ഒക്കെ സുന്നത്താണ്. അതൊക്കെ അള്ളാഹിന്റെ അടുക്കൽ വളരെ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. മുകളിൽ പറഞ്ഞ സദ്യകളെല്ലാം സുന്നത്താണെങ്കിലും ഇതിൽ മധുവിധു സദ്യയാണ് ഏറ്റവും ശ്രേഷ്ഠം. നിക്കാഹിനു ശേഷം ഏത് സമയത്തും ഇത് നടത്താവുന്നതാണ്. പക്ഷേ ദമ്പതിമാർ സംഗമിച്ച ഉടനെ നടത്തുന്നതാണ് ഉത്തമം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് മധുവിധു സദ്യ നടത്തിയിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ നാട്ടില് നിക്കാഹിന്റെ അന്ന് ചെറിയൊരു പ്രോഗ്രാം, പിന്നെ കൂട്ടിക്കൊണ്ടുപോകലിന്റെ അന്നാണ് കാര്യമായിട്ട് നമ്മൾ സദ്യ നടത്താറുള്ളത്. പക്ഷെ യഥാർത്ഥത്തില് കൂട്ടിക്കൊണ്ടുപോകാൻ, ആ വധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വരനും പാർട്ടിയും പോകുന്നതിന് മുമ്പ് തന്നെ വരന്റെ വീട്ടിൽ നിന്ന് സദ്യ ഒക്കെ കഴിച്ചിട്ടാണല്ലോ പോകാറുള്ളത്. ഇത് നിക്കാഹ് മുൻകൂട്ടി നടത്തിയടുത്താണ് ഇത് പറയുന്നത്. അതിനേക്കാൾ ഉത്തമം എന്താണ്? കൂട്ടിക്കൊണ്ട് വന്ന് അവരൊരു രാത്രി കൂടി താമസിച്ചതിന്റെ പിറ്റേ ദിവസം സദ്യ നടത്തലാണ് കൂടുതൽ ശ്രേഷ്ഠം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയാണ്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു വിഡ്ഢിത്തം എന്ന് തന്നെ പറയാം. എന്ത്? നിക്കാഹ് പെണ്ണിന്റെ വീട്ടിലായിരിക്കും. ഈ നിക്കാഹിന് പോകുന്നതിന് മുമ്പ് വരന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും എന്ത് ചെയ്യും? നിക്കാഹും കൂട്ടിക്കൊണ്ടുവരലും ഒരു ദിവസം തന്നെ ആകുമ്പോ നിക്കാഹിന്റെ മുമ്പ് തന്നെ വരന്റെ വീട്ടിൽ വന്നവർക്കൊക്കെ ഭക്ഷണം നൽകി സദ്യ നൽകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ നടക്കാറുള്ളത്? എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്? നിക്കാഹിന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊക്കെ സദ്യ നടത്തിയിട്ടല്ലേ നമ്മൾ പിന്നെ നിക്കാഹിന് വേണ്ടി പോകാറുള്ളത്? അതെ. പക്ഷേ ആ സദ്യ ഒരു വിഡ്ഢിത്തമാണ്, വെറുതെ കാശ് ചെലവഴിക്കും പോലെയാണ്. കാരണം നിക്കാഹിന് ശേഷമാണ് നിക്കാഹിന്റെ വലീമത്ത് എന്നുള്ള സുന്നത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിന്റെ കൂലി നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നിക്കാഹ് ഒരു ദിവസം മുമ്പെങ്കിലും നിക്കാഹ് പള്ളിയിൽ വെച്ചൊക്കെ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. നിക്കാഹും കൂട്ടിക്കൊണ്ടുവരലും ഒരു ദിവസം തന്നെ നടത്തുമ്പോൾ നമുക്ക് അതിന്റെ സുന്നത്ത്, ആ വിവാഹ സദ്യ ഇത്രയും കാശ് ചെലവാക്കിക്കൊണ്ട് നാട്ടുകാർക്കും കൂട്ടുകാർക്കും സദ്യ കൊടുക്കുന്നതിന്റെ കൂലി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടുന്ന് ഒരു ഭാര്യയുടെ സദ്യയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാര്യയുടെ സദ്യയും വീട് കൂടിയതിന് ശേഷമല്ലാതെ നടത്തില്ല. എന്നാൽ വിവാഹ സദ്യയും മധുവിധു സദ്യയും രണ്ടാണ്. ഒന്നാമത്തേത് നിക്കാഹിനോടനുബന്ധിച്ച് നടത്തുന്നതും രണ്ടാമത്തേത് ദമ്പതിമാരുടെ സംഗമത്തോടനുബന്ധിച്ച് നടത്തുന്നതുമാണ്. ഒന്നാമത്തേത് സുന്നത്താണെങ്കിലും രണ്ടാമത്തേതിന്റെ പ്രാബല്യവും മഹത്വവും അതിനില്ല. അതുകൊണ്ട് മധുവിധു സദ്യ അനിവാര്യമായും നടത്തണം. ഉപേക്ഷ വരുത്തുന്നത് കറാഹത്താണ്. മാഷാ അല്ലാഹ്, ഇത് കേൾക്കൂ. മധുവിധു സദ്യ നിക്കാഹിന്റെ സദ്യയേക്കാൾ ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് മധുവിധു
സദ്യ നടത്താതിരിക്കൽ ബന്ധം എന്നും ഈ ഹദീസുകളുടെ ബാഹ്യവശം പരിഗണിച്ച് അത് നിർബന്ധമാണെന്നും ഉപേക്ഷിക്കൽ ഹറാമാണെന്നും പണ്ഡിതന്മാരിൽ ചിലർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ദമ്പതിമാരുടെ സംഗമത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് മധുവിധു സദ്യ എന്ന് പറയുന്നത്. ഈ മധുവിധു സദ്യ നടത്തൽ അനിവാര്യമാണെന്നും അതിൽ ഉപേക്ഷ വരുത്തുന്നത് കറാഹത്താണെന്നും, എന്നാൽ ചില പണ്ഡിതന്മാർ അത് ഉപേക്ഷിക്കൽ ഹറാമാണ് എന്നുവരെ നാം പറഞ്ഞിട്ടുണ്ട്. അതായത് അത് നടത്തൽ നിർബന്ധമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. മധുവിധു സദ്യ മുൻകൂറായി നടത്താവുന്നതാണ്, പക്ഷെ നിക്കാഹിന് മുമ്പ് പറ്റില്ലെന്ന് പറഞ്ഞാൽ ബാധ്യത വീടില്ല, കറാഹത്ത് നീങ്ങുകയുമില്ല. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള സദ്യ നിക്കാഹ് കഴിയുന്നതിന് മുമ്പാണെങ്കിൽ ഈ മധുവിധു സദ്യ നടത്തുക എന്നുള്ള ബാധ്യത നമ്മിൽ നിന്ന് വീടിട്ടില്ല. അപ്പൊ തീർച്ചയായും ആ കറാഹത്ത് നമ്മളെ കോർന്നോർത്തം. മധുവിധു സദ്യ ആ ഒരു വീട് കൂടിയതിനു ശേഷം, അതായത് മധുവിധു ആഘോഷിച്ചതിന് ശേഷം നടത്തലാണ് ഏറ്റവും ഉത്തമമെങ്കിൽ കൂടി നിക്കാഹിന് ശേഷം എപ്പോഴും അത് വീട് കൂടുന്നതിന് മുമ്പും നടത്താവുന്നതാണ്. പക്ഷേ നിക്കാഹിന് ശേഷം ആണത് നടത്തേണ്ടത്. നിക്കാഹിന് മുമ്പ് നടത്തിയാൽ ആ ബാധ്യത വീടുകയില്ല, കറാഹത്ത് നീങ്ങുകയില്ല, ഏറ്റവും പ്രബലമായ ഈ സദ്യയുടെ പ്രതിഫലം ലഭിക്കുകയുമില്ല. ക്ഷണം നിക്കാഹിന് മുമ്പാകുന്നത് കൊണ്ട് വിരോധമില്ല. അതായത് ഈ മധുവിധു സദ്യക്ക് വേണ്ടിയുള്ള ക്ഷണം, പക്ഷെ പിന്നീട് സൽക്കാരങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ ഒരു നിയത്തല്ലല്ലോ നമുക്കുള്ളത്. അത് അമ്മായി സൽക്കാരം, രണ്ടാം പുതിയാപ്ല സൽക്കാരം എന്നൊക്കെ പറഞ്ഞ് വേറെയാണല്ലോ. ഈ മധുവിധു സദ്യ എന്നുള്ളത് ആ ഒരു നിയത്തിൽ തന്നെ, ഒരു കല്യാണം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ പെണ്ണുമായി വീട് കൂടിയതിനു ശേഷം ആ ഒരു നിയത്തിൽ തന്നെ നടത്തുമ്പോഴാണ് അത് മധുവിധു സദ്യ. മറ്റേത് നമ്മളെ വീട്ടിൽ ഒരുപാട് സൽക്കാരങ്ങളാ, പെരുന്നാക്ക് നമ്മളെല്ലാരും വിളിച്ച് സൽക്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മള് പലപ്പോഴും പലരെയും സൽക്കരിക്കാറുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മധുസദ്യ നിക്കാഹ് കഴിഞ്ഞ ഉടനെ, ആ മധുവിധു കൂടിയതിന് ഉടനെ ഒക്കെ നടത്തുമ്പോഴാണ് അതിന്റെ ആ ബാധ്യത വീടുന്നതും. ഇനി നിയത്ത് വെച്ചിട്ട് കാര്യമില്ല. ഇത് ഇരുമ്പൊലൊക്കെ മുണങ്ങിയിട്ട് ചുക്കൊള്ളം കുടിക്കും പോലെ ഇനി നിയത്ത് വെച്ചിട്ട് കാര്യമില്ല. മധുവിധു സദ്യ മുൻകൂറായി നടത്താവുന്നതാണ്, പക്ഷെ നിക്കാഹിന് മുമ്പ് പറ്റില്ലെന്ന് പറഞ്ഞാൽ ബാധ്യത വീടില്ല, കറാഹത്ത് നീങ്ങുകയുമില്ല, ഏറ്റവും പ്രബലമായ ഈ സദ്യയുടെ പ്രതിഫലം ലഭിക്കുകയുമില്ല. ക്ഷണം നിക്കാഹിന് മുമ്പാകുന്നത് കൊണ്ട് വിരോധമില്ല. അഥവാ നിക്കാഹിന് ശേഷം നടത്തുന്ന മധുവിധു സദ്യക്ക് നേരത്തെ തന്നെ ക്ഷണിക്കാവുന്നതാണ്. ഈ സദ്യയുടെ വലുപ്പത്തിനോ ചെറുപ്പത്തിനോ അതിരില്ല. ആഹാരമോ പാനീയമോ എന്തുമാവാം. ധൂർത്തും ദുരഭിമാനവുമില്ലാതെ കഴിവനുസരിച്ച് വലിപ്പം കൂട്ടുന്ന ക്രമത്തിന് നന്മയും മേന്മയും വർദ്ധിക്കുന്നു. പൂർണ്ണതയുടെ മിനിമം പുണ്യം കിട്ടാൻ ഒരാടെങ്കിലും അറുക്കണം. ഉലുഹിയ്യത്തിന് പര്യാപ്തമായ ഒരാടറുത്തെങ്കിലും സദ്യ നടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചതിന്റെ ഉദ്ദേശം അതാണ്. പൂർണ്ണതയുടെ പാരമ്യം കാണിക്കാനല്ല, അതിന്റെ മിനിമം അളവ് കാണിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ഷാത്തൻ, ഒരാടെങ്കിലും എന്നാണ് പറഞ്ഞത്. ഒരാടെങ്കിലും എന്ന് പറയുമ്പോൾ അതിന്റെ മിനിമമാണത്. പൂർണ്ണത കാമിലന്റെ മിനിമമാണ് ഒരാടെങ്കിലും മറക്കുക എന്നുള്ളത്. അപ്പോ അതെങ്കിലും വേണം. അതിൽ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ അറുത്തുകൊണ്ട് നമുക്ക് സദ്യ നടത്താവുന്നതാണ്. ധൂർത്തും ദുരഭിമാനവുമില്ലാതെ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ധൂർത്തും ദുരഭിമാനം കാണിക്കാൻ വേണ്ടിയുമല്ലാതെ കഴിവനുസരിച്ച് വലിപ്പം കൂട്ടുന്ന ഇതിനനുസരിച്ച് നന്മയും മേന്മയും ഈ സദ്യയുടേത് വർദ്ധിക്കും. ഇനി ആരാണ് മധുവിധു സദ്യ നടത്തേണ്ടത്? അത് ഭർത്താവ് തന്നെ. മധുവിധു സദ്യ നടന്നത് ഭർത്താവ് തന്നെ. അവന്റെ അനുവാദത്തോടെ ഭാര്യക്കോ ഭാര്യാപിതാവിനോ നടത്താവുന്നതാണ്. ഈ സദ്യയുടെ അനുഗ്രഹത്തിൽ ഭാര്യ സദ്വൃത്തയും, ഈ സദ്യയുടെ അനുഗ്രഹത്താൽ ഭാര്യ സദ്വൃത്തയും സൽ സ്വഭാവിനിയും ആയിത്തീരുക എന്നതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അനിവാര്യ ഘട്ടത്തിൽ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നുവെങ്കിൽ ഓരോ ഭാര്യക്കും പ്രത്യേകമായി തന്നെ സദ്യ നടത്തണം. അതായത് ഈ സദ്യയുടെ ഒരു ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. ഈ ഇങ്ങനെ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഭക്ഷണം നൽകുക എന്നുള്ള ഈ സൽക്കർമ്മത്തിന്റെ ആ ഒരു ബർക്കത്ത് കൊണ്ട് ഈ ഒരു ഭാര്യ സ്വാലിഹത്വം നല്ല സ്വഭാവത്തിന്റെ ഉടമയുമായി തീരുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അനിവാര്യ ഘട്ടത്തിൽ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവര് ഓരോ കല്യാണത്തിനും ഓരോ ഭാര്യക്കും പ്രത്യേകമായി തന്നെ സദ്യ നടത്തണം. സുന്നത്തായ ഏതൊരു സദ്യക്ക് ക്ഷണം സ്വീകരിക്കുന്നത് സുന്നത്താണ്. എന്നാൽ മധുവിധു സദ്യ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്.
അതിനു ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്, ഉപേക്ഷ ഹറാമും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മധുവിധു സദ്യ, അതായത് നിക്കാഹിന് ശേഷം നടത്തുന്ന ഈ ഒരു സദ്യ ഭർത്താവാണ് എന്തെങ്കിലും നടത്തേണ്ട ആള്, ഭർത്താവിന്റെ ആ ക്ഷണമാണ് നമ്മൾ സ്വീകരിക്കാൻ നിർബന്ധം. കാരണം അദ്ദേഹമാണ്, ഇനി അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ഭാര്യ പിതാവോ ഭാര്യയോ ഒക്കെ നടത്തുന്നതാണെങ്കിലും അതിന് ഈ വിധി ബാധകമാണ്. അപ്പോൾ മധുവിധു സുന്നത്തായ സദ്യകളൊക്കെ ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണ് എങ്കിൽ മധുവിധു സദ്യ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്, ഉപേക്ഷ ഹറാമും. എന്നാൽ ഏതൊരാൾക്കും ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ക്ഷണവും സ്വീകരിക്കേണ്ട ബാധ്യതയുണ്ടോ? അതില്ല. ക്ഷണം സ്വീകരിക്കൽ മധുവിധു സദ്യയിൽ നിർബന്ധവും മറ്റുള്ളവയിൽ സുന്നത്തുമാകുന്നതിന് ചില ഉപാധികളുണ്ട്. ഒന്നാമതായി അവന് തക്കതായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കണം. ജുമാ നിർബന്ധം ഒഴിവാകുന്നതിനുള്ള കാരണങ്ങളാണ് ഇവിടെ പ്രതിബന്ധങ്ങളായി പറയുന്നത്. അതായത് ജുമായിൽ നിന്നും ജുമാ നമുക്ക് ഒരാൾക്ക് ഉദറുണ്ടല്ലോ, ജുമാക്ക് പോകാതിരിക്കാനുള്ള ഉദറുകളൊക്കെ കല്യാണത്തിനും പോകാതിരിക്കാനുള്ള ഉദറുകളായി പറയുന്നത്. രോഗം, ആതുര ശുശ്രൂഷ, ശത്രുഭയം, ഉചിതമായ വസ്ത്രത്തിന്റെ അഭാവം ആദിയായവയെല്ലാം അതിൽപ്പെടുന്നു. കല്യാണത്തിന് പോകാന് അഭിമാനത്തിന് യോജിക്കുന്ന ഒരു വസ്ത്രം അവനില്ല എങ്കിൽ അവന് അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രീതിയിൽ മോശമായ വസ്ത്രം ധരിച്ച് ആ കല്യാണത്തിന്റെ ക്ഷണം സ്വീകരിക്കൽ അവന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ശത്രുഭയം, ആ കല്യാണത്തിന് പോയാൽ ശത്രുക്കൾ അവനെ പിടികൂടുമെന്ന ഭയം, അല്ലെങ്കിൽ കടക്കാരെ അവനെ പിടികൂടുമെന്ന ഭയം, അതല്ലെങ്കിൽ രോഗം, അതല്ലെങ്കിൽ അവന്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന മാതാപിതാക്കളെയൊക്കെ അവൻ കല്യാണത്തിന് പോയാൽ അവരുടെ കാര്യം നോക്കാൻ ആളുണ്ടാവില്ല എന്നുള്ള സന്ദർഭങ്ങളിലൊന്നും ഈ നിർബന്ധ ബാധ്യത അവനില്ല തന്നെ ക്ഷണം സ്വീകരിക്കാനുള്ള. രണ്ടാമതായി അവനെ വ്യക്തിപരമായി ക്ഷണിക്കണം. ക്ഷണം പത്രത്തിൽ കണ്ടാ പോരാ, ക്ഷണം അവനെ വ്യക്തിപരമായിട്ട് ക്ഷണിക്കണം. അത് നേരിട്ടോ കത്ത് മുഖേനയോ ദൂതൻ മുഖേനയോ ആവാം. ആ ക്ഷണം ദൃഢസ്വരത്തിലുള്ളതായിരിക്കുകയും വേണം. ഉദ്ദേശിക്കുന്നവരൊക്കെ വരട്ടെ എന്ന് പറയുകയോ അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളവരെയൊക്കെ ക്ഷണിക്കുക എന്ന് മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്താൽ ക്ഷണം സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. ആ ഫോണിൽ വിളിക്കലും നേരിട്ട് വിളിക്കും പോലെ തന്നെയാണല്ലോ. ക്ഷണം കത്ത് മുഖേനയോ ദൂതൻ മുഖേനയോ ആവാം എന്ന് പറഞ്ഞതില് ഈ കത്തിന് പകരമാണ് ഇപ്പൊ ഈ ഫോൺ വിളി അല്ലേ. ആദ്യമൊക്കെ നമ്മൾ പ്രവാസികളൊക്കെ ഒരുപാട് കത്തെഴുതുമായിരുന്നു, ഇപ്പൊ ഫോണിലാണല്ലോ, അപ്പൊ ഫോണ് പറ്റും. ദൂതൻ എന്നുള്ള സ്ഥാനത്ത് പോലും ഈ ഫോണ് വരും ചിലപ്പോ അല്ലേ, കാരണം ആശയവിനിമയങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പൊ കത്ത് മുഖേനയോ ദൂതൻ മുഖേനയോ ആവാം ഈ ക്ഷണം. എന്നാൽ ആ ക്ഷണം എന്താവണം? ദൃഢസ്വരത്തിലുള്ളതായിരിക്കണം. അതായത് നിങ്ങൾ തീർച്ചയായും എന്റെ കല്യാണത്തിന് വരാം അല്ലാതെ എങ്കിൽ നീ വാ, അല്ലെങ്കിൽ വേണമെങ്കിൽ വന്നു, ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട്, എനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നോ, അങ്ങനെയൊന്നും പറഞ്ഞാല് ആ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരാളെ നമ്മൾ കല്യാണം ക്ഷണിക്കാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ആ ഏൽപ്പിക്കുന്ന വ്യക്തിയോട് നമ്മൾ എന്താ പറയണത്? അനക്ക് പറ്റുന്നവരൊക്കെ നീ ക്ഷണിച്ചോ, നീ അറിയുന്നവരൊക്കെ ക്ഷണിച്ചോ, അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളവരൊക്കെ ക്ഷണിച്ചോ എന്ന് നമ്മളൊരാളെ ഏൽപ്പിച്ചാല് ആ വ്യക്തി വന്ന് പറയുന്ന കല്യാണത്തിന് പോകൽ ആർക്കും നിർബന്ധമില്ല. നേരെ മറിച്ച് ഇന്ന വ്യക്തികളൊക്കെ നമ്മുടെ ഈ മഹല്ലിലുള്ള എല്ലാ വീടുകളിലും നീ എന്റെ കല്യാണത്തിന് ക്ഷണം നടത്തണം, നിർബന്ധമായും വരാൻ പറയണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുടെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് ക്ഷണിച്ചാൽ നമ്മൾ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാകും. അല്ലോ ഞാൻ DC ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇഷ്ടമുണ്ടെങ്കിൽ വരിക എന്ന് പറഞ്ഞാലും സ്വീകരിക്കൽ നിർബന്ധമില്ല. അതെന്തുകൊണ്ടാണ്? ദൃഢസ്വരമില്ലാത്തത് കൊണ്ടാണ്. അത് താങ്കൾ വരണം, എന്റെ കല്യാണത്തിന് താങ്കൾ വരണം എന്ന് തന്നെ പറയണം. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമില്ല. ഇനി ഒരാളുടെ സമ്പത്തിൽ ഹറാമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒന്നാണിത്. ഒരാളുടെ സമ്പത്തിൽ, അതായത് ഒരു പലിശ ഇടപാട് നടത്തുന്നവനാണ്, വട്ടി ബിസിനസ് നടത്തുന്നവനാണ്, അല്ലെങ്കിൽ ഹറാമായ സിനിമാ ടാക്സിസ് നടത്തുന്നവനാണ്, അല്ലെങ്കിൽ അബ്കാരിയാണ്, അത്തരക്കാരുടെയൊക്കെ സമ്പത്തിൽ ഹറാമുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അങ്ങനത്തെ ആളുകളുടെ ക്ഷണം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അപ്രകാരം തന്നെ സദ്യക്കാരൻ തെമ്മാടിയോ അക്രമിയോ ബിദഅത്തുകാരനോ ദുരഭിമാനിയോ ആണെങ്കിലും ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. അവൻ ഭയങ്കര മുജാഹിദ് ബിദഅത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു ദുരഭിമാനിയാണ്, മറ്റുള്ളവരൊക്കെ അവജ്ഞയോടെ ഞാൻ ഭയങ്കര കോടീശ്വരനാണ് എന്നൊക്കെയുള്ള രീതിയിൽ തന്റെ യശസ്സും തന്റെ പ്രശസ്തിയും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി 100 കൂട്ടം വിഭവങ്ങൾ ഒരുക്കി സദ്യ നടത്തുന്നവനാണെങ്കിൽ അവന്റെ ക്ഷണമൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി അത്തരം സദ്യകൾ നടത്തുന്നവരുടെ ക്ഷണം സ്വീകരിക്കലാണ് നമ്മുടെ മേൽ നിർബന്ധം. ഇനി തെമ്മാടിയോ അക്രമിയോ ആണെങ്കിലും അവന്റെ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല.
മറ്റൊരാൾ വേണ്ട വിധം നേരത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമന്റെ ക്ഷണം സൗമ്യമായി നിരസിക്കേണ്ടതാണ്. അതായത് ഒരേ ദിവസം തന്നെ 2 സദ്യകൾക്ക് നമുക്ക് ക്ഷണം ലഭിച്ചാൽ ആദ്യം ആരാണോ വേണ്ട പോലെ ക്ഷണിച്ചത് എങ്കിൽ രണ്ടാമത് പറയുന്ന ആളോട് നമ്മൾ സൗമ്യമായിട്ട് പറയണം, എന്നെ നമ്മുടെ ഇന്ന ആള് അതേ ദിവസം ക്ഷണിച്ചിട്ടുണ്ട്, ആദ്യം ക്ഷണിച്ചത് കൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് സൗമ്യമായി നിരസിക്കേണ്ടതാണ്. ഇനി ഒരു സമയം ക്ഷണിച്ചോ, ഒരേ സമയത്താണ് 2 പേരും വീട്ടിലേക്ക് വന്നത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മോട് കുടുംബബന്ധം കൊണ്ട് അടുത്തവന് മുൻഗണന നൽകണം. കുടുംബബന്ധം കൊണ്ട് അതിൽ ആർക്കെങ്കിലും അടുപ്പം നമ്മോടുണ്ടെങ്കിൽ അവരുടെ ക്ഷണത്തിന് മുൻഗണന നൽകണം. ഇനി രണ്ടാളും കുടുംബക്കാരൊന്നല്ലെങ്കിൽ ഏറ്റവും അടുത്ത വീട്ടുകാരൻ ഏതാണെന്ന് നോക്കുക. നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത വീട്ടുകാരൻ, നമ്മുടെ കൂടുതൽ അടുത്ത അയൽവാസിയുടെ ക്ഷണത്തിന് നമ്മൾ അവിടെ മുൻഗണന നൽകണം. എല്ലാ കാര്യത്തിലും ഇരുവരും തുല്യമാണെങ്കിലോ, രണ്ടാളും നമ്മുടെ 2 എളാപ്പാന്റെ മക്കളാണ്, ഒരു എളാപ്പാന്റെ മോൻ, മറ്റേത് മറ്റൊരു എളാപ്പാന്റെ മോൻ, അവരുടെ രണ്ടാളുടെയും വീട് അപ്പുറത്താണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നറുക്കിടണം. ഒരേ സമയത്താണ് രണ്ടാളും വന്ന് ക്ഷണിച്ചതെങ്കിൽ അപ്പൊ നറുക്കിടണം. അങ്ങനെ ആർക്കാണോ നറുക്കിട്ട് കിട്ടിയത് അയാളുടെ ക്ഷണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സാമ്പത്തിക കാര്യത്തിൽ സ്വതന്ത്ര വിനിയോഗത്തിന് മതവീക്ഷണത്തിൽ അനുമതിയുള്ളവനായിരിക്കണം സദ്യ നടത്തുന്നവൻ, അല്ലെങ്കിൽ ക്ഷണം സ്വീകരിക്കാവതല്ല. അപ്പോൾ കുട്ടികളോ ഭ്രാന്തന്മാരോ നടത്തുന്ന സദ്യയിൽ പങ്കെടുക്കാവതല്ല. അതായത് സ്വതന്ത്ര ധനവിനിയോഗം മതത്തിൽ അവകാശം ഉള്ള ആളുകൾ നടത്തുന്ന സദ്യക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശറഈന്റെ വീക്ഷണം എനിക്കറിയില്ല, പക്ഷെ അതൊരു തെണ്ടിത്തുന്നലാണ് എന്നാണ് നമ്മുടെ സ്മാരകം പറഞ്ഞത്. ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുകയാണ്, ബുഫേ പാർട്ടി പങ്കെടുക്കുമോ? ഞാനൊരു ബുഫേ പാർട്ടിയിൽ പങ്കെടുക്കില്ല എന്ന് ഒരു ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കാരണം അത് ഒരു അതിഥിയോട് ആതിഥേയർ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പ്ലേറ്റ് കയ്യിൽ കൊടുത്തുകൊണ്ട് വേണ്ടത് പോയി എടുത്ത് തിന്നോ എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരം ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. പാശ്ചാത്യ സംസ്കാരം കടമെടുക്കുന്ന അതിഥികളെ ആദരിക്കാത്ത ഇത്തരം പാർട്ടികളൊക്കെ ബഹിഷ്കരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി അതിന്റെ കൂടുതൽ നിയമവശങ്ങളൊക്കെ അറിവുള്ള ഉസ്താദുമാർ പറയും. ഞാനൊന്ന് മൈക്ക് റിലീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ആളെത്തിയിട്ടുണ്ട്. മുസ്തഫ അലൂർ ആരെങ്കിലും ആ വിഷയം ഒന്ന് പൂർത്തീകരിക്കട്ടെ. പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. മറ്റാരെങ്കിലും വന്നാൽ ഇനിയും മൈക്ക് വിടേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരാളുടെ സമ്പത്തിൽ ഹറാമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. അപ്രകാരം തന്നെ സദ്യ നടത്തുന്നവൻ തെമ്മാടിയോ അക്രമിയോ ബിദഅത്തുകാരനോ ദുരഭിമാനിയോ ആണെങ്കിലും ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. മറ്റൊരാൾ വേണ്ടവിധം നേരത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമന്റെ ക്ഷണം സൗമ്യമായി നിരസിക്കേണ്ടതാണ്. ഒരേ സമയം 2 പേർ ക്ഷണിച്ചാൽ കുടുംബബന്ധത്തിൽ അടുത്തവന് മുൻഗണന നൽകണം. പിന്നെ മുൻഗണന ഏറ്റവും അടുത്ത വീട്ടുകാരനാണ്. എല്ലാ കാര്യത്തിലും ഇരുവരും തുല്യരെങ്കിൽ നറുക്കിടുകയാണ് വേണ്ടത്. സാമ്പത്തിക കാര്യത്തിൽ സ്വതന്ത്ര വിനിയോഗത്തിന് മതവീക്ഷണത്തിൽ അനുമതിയുള്ളവനായിരിക്കണം സദ്യക്കാരൻ, അല്ലെങ്കിൽ ക്ഷണം സ്വീകരിക്കേണ്ടതല്ല. അപ്പോൾ കുട്ടികളോ ഭ്രാന്തന്മാരോ നടത്തുന്ന സദ്യയിൽ പങ്കെടുക്കാവതല്ല. സമ്പന്നരെയോ പ്രതാപികളെയോ മാത്രം ക്ഷണിക്കുന്ന വിരുന്നിലും പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമ്പന്നരെയോ പ്രതാപികളെയോ, പലരും നാട്ടിലെ പ്രമാണികളെയും അതുപോലെ സമ്പന്നരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പാർട്ടികൾ ഉണ്ടാവും. അതിലൊന്നും നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ പങ്കെടുക്കരുത്. അഗതികളെയും ദരിദ്രരെയും അവഗണിച്ചു സമ്പന്നർക്കും പ്രതാപികൾക്കും അകാരണമായി മുൻഗണന നൽകി ഒരുക്കുന്ന സദ്യയെ ഏറ്റവും ദുഷിച്ച ആഹാരമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവന കാണുക: സദ്യക്ക് പങ്കെടുക്കാൻ സന്നദ്ധരായവരെ വിലക്കുകയും അതിന് സന്നദ്ധരല്ലാത്തവരെ ക്ഷണിക്കുകയും ചെയ്യുന്ന സദ്യയിലെ ആഹാരമാണ് ആഹാരത്തിൽ ഏറ്റവും ദുഷിച്ചത്. അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കാണ് ഈ സദ്യകൾ കൊണ്ടൊക്കെ ഏറ്റവും വലിയ ഉപകാരം ഉണ്ടാവുക, അല്ലെ? അവർക്കൊരു നേരത്തെ ആഹാരം ലഭിക്കുന്നു സദ്യയിലൂടെ എന്നറിയുമ്പോൾ അവർക്ക് അത്തരം സദ്യകൾക്ക് ക്ഷണിക്കപ്പെടുവാനും സദ്യകളിൽ പോകുവാനും ഭക്ഷണം കഴിക്കുവാനും അവർക്ക് സന്തോഷവും ആഗ്രഹവും ഉണ്ടാകും. എന്നാൽ പണക്കാരാവട്ടെ, അവരെ ഏതു നേരവും ബിരിയാണിയും അതുപോലെ ആവശ്യമുള്ള മൃഷ്ടാന്ന ഭോജനങ്ങളൊക്കെ യഥേഷ്ടം വെച്ച് വിളമ്പി കഴിച്ചുകൊണ്ട് വയറും നിറച്ചിരിക്കുന്നവരാണ്. അവർക്ക് ആരെങ്കിലുമൊക്കെ സദ്യക്ക് ക്ഷണിക്കുമ്പോ ഇനിയിപ്പോ അങ്ങോട്ടൊന്ന് പോകണം, അതിനു വേണ്ടി മെനക്കെടണം എന്നൊക്കെയുള്ള ആ ഒരു
ചിന്തയിൽ ഇഷ്ടമില്ലാതെ ആയിരിക്കും അവര് സദ്യയിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ സദ്യക്ക് പങ്കെടുക്കാൻ ഇഷ്ടമില്ലാത്തവരെ ക്ഷണിക്കുകയും സദ്യയിൽ പങ്കെടുക്കാൻ ആവശ്യവും ഇഷ്ടവുമുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന സദ്യ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പണക്കാരെയും അതുപോലെ പ്രമാണിമാരെയും മാത്രം വിളിച്ച് സദ്യ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അത് ഏറ്റവും ദുഷിച്ച ആഹാരമാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഈ ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനമാണ് പ്രവാചക ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന. സമ്പന്നർ ക്ഷണിക്കപ്പെടുകയും സാധുക്കൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സദ്യയിലെ ആഹാരമാണ് ഏറ്റവും മോശപ്പെട്ട ആഹാരം. അയൽപ്പക്കത്തിന്റെ പേരിലോ സഹപ്രവർത്തനത്തിന്റെ പേരിലോ സമ്പന്നർക്ക് മുൻഗണന വരുന്നത് കൊണ്ട് വിരോധമില്ല. അതായത് നമ്മുടെ അയൽവാസികളെ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ ബിസിനസ് പണികൾ, നമ്മുടെ സംഘടനാ ബന്ധുക്കൾ, അങ്ങനെ അവരൊക്കെ സമ്പന്നരായിപ്പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് മുൻഗണന നൽകുന്നത് കൊണ്ട് വിരോധമില്ല. സമ്പന്നരെ ഒഴിച്ചു നിർത്തി ദരിദ്രരെ മാത്രം ക്ഷണിക്കുന്നതും അനഭികാമ്യമാണ്. അങ്ങനെയുള്ള സദ്യയിലും പങ്കെടുക്കൽ ബാധ്യതയില്ല. അതായത് ഒരാൾ തീരെ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തും കുടുംബത്തിലൊന്നുമുള്ള സമ്പന്നരെന്നും അയാൾ ക്ഷണിക്കാതെ വെറും പാവപ്പെട്ടവരെ മാത്രം വിളിച്ച് സദ്യ നൽകുകയാണെങ്കിൽ അതിലും പങ്കെടുക്കൽ ബാധ്യതയില്ല. പരസ്പര ബന്ധവും സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുകയാണ് സദ്യയുടെയും വിരുന്നിന്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിനു വിരുദ്ധമാണ് മേൽപ്പറഞ്ഞ വിവേചനങ്ങൾ. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ കാരണം. എന്താണ്? ഒരു സദ്യയിൽ പങ്കെടുക്കൽ ബാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ ബാധ്യത ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പരസ്പര ബന്ധം, സ്നേഹം, സൗഹൃദം, അത് കുടുംബാംഗങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ ഒക്കെയുള്ള ആ ബന്ധങ്ങള് ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് സദ്യയുടെയും വിരുന്നിന്റെയും മുഖ്യമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് ഏതെങ്കിലും ഒരു കൂട്ടരെ അവഗണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സദ്യകളിൽ പങ്കെടുക്കൽ ബാധ്യതയില്ല. ഇനി സദ്യാഭക്ഷണത്തിൽ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലായാലും പങ്കെടുക്കൽ താൻ ഉപഭോഗം പായുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തന്റെ അടുത്ത് വല്ല സ്ഥാനവും കിട്ടുന്നതിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ തെറ്റായ കാര്യത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയോ ക്ഷണിക്കപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമുക്കറിയാം, പലരും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സൽക്കരിക്കുന്നവർ, ഇപ്പോ അതുപോലെ ഉദ്യോഗസ്ഥ, വില്ലേജ് ഓഫീസർ, അതുപോലെ എന്തെങ്കിലുമൊക്കെ അധികാര സ്ഥാനങ്ങളിലോ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം, ഇദ്ദേഹത്തെ സോപ്പിട്ട് നിർത്തിയാൽ എന്തെങ്കിലുമൊക്കെ നേട്ടം എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ പലരും സൽക്കരിക്കുന്നവരുണ്ട്. അത്തരം സൽക്കാരങ്ങളിലെ സദ്യാഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലായാൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. തന്റെ ഉപദ്രവം ഭയന്നത് കൊണ്ടാണ് അയാൾ തന്നെ സൽക്കരിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ അടുത്ത് വല്ല സ്ഥാനവും കിട്ടുന്നതിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ തെറ്റായ വല്ല കാര്യങ്ങൾക്കും അയാൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് അയാൾ എന്നെ സൽക്കരിക്കുന്നത് എന്നുള്ള ഒരു ദുരുദ്ദേശം നമുക്ക് തോന്നിയാൽ ആ സദ്യയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. വിവരം, സൽഗുണം, സൂക്ഷ്മത ആദിയായ നന്മകളുടെ പേരിൽ ഒരാൾ ക്ഷണിക്കപ്പെടുന്നുവെങ്കിൽ ക്ഷണം സ്വീകരിക്കുക തന്നെ വേണം. അതായത് ഒരാളൊരു നല്ല ഒരു ആലിമാണ്, അല്ലെങ്കിൽ നല്ലൊരു മുത്തഖിയായ മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ല സൽഗുണം സമ്പന്നനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ആളുകൾക്കൊക്കെ ഒരു ആദരവ്, അദ്ദേഹത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്. അപ്പോ അതിന്റെയൊക്കെ എന്റെ മേലുള്ള എനിക്കുള്ള സൽഗുണങ്ങളുടെ പേരിലാണ്, അല്ലെങ്കിൽ എന്റെ ഇൽമിന്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്റെ സൂക്ഷ്മതയുടെ പേരിലാണ് എന്നെ അദ്ദേഹം ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലായാല് അതൊക്കെ ആഖിറത്തിൽ കൂടി നമ്മെ വിജയിപ്പിക്കുന്ന ഗുണങ്ങളായതുകൊണ്ട് അത് ക്ഷണിക്കുക തന്നെ വേണം. ആ ക്ഷണം സ്വീകരിക്കുക തന്നെ വേണം. സദ്യ സദസ്സിൽ തന്നെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുന്ന ശത്രുവോ അസൂയാലുവോ ദുഷ്പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. ഒരു സദ്യക്ക് നമ്മൾ പോവുകയാണ്, ഒരു കല്യാണത്തിന് നമ്മൾ പോവുകയാണ്, അവിടെ നമ്മുടെ ഒരു ശത്രു ഉണ്ട്, അവൻ ആൾക്കാരുടെ ഇടയിലിട്ട് നമ്മളെ വഷളാക്കും, എന്തെങ്കിലും പഴയ കഥകളൊക്കെ എടുത്തിട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ദേഹോപദ്രവം തന്നെ ഏൽപ്പിച്ചേക്കാം, ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ കൂട്ടിക്കാൻ ശ്രമിക്കുന്ന കാരണത്തിനെങ്കിൽ അവിടെ നമ്മൾ പോകൽ നിർബന്ധമില്ല. ആ ക്ഷണം നമുക്ക് ഒഴിവാക്കാം. അപ്രകാരം തന്നെ അവിടെ ഹറാമായ വല്ല കാര്യവുമുണ്ടെങ്കിൽ സംബന്ധിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല പങ്കെടുക്കൽ ഹറാമാകുന്നതുമാണ്. കാരണം മനഃപൂർവ്വം ഹറാമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത് അതിനുള്ള അംഗീകാരമായിത്തീരും. SK-ക്കാർ ഉണ്ടെങ്കിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നേരെ മറിച്ച് അവർ സംഘം ചേർന്ന് നിങ്ങളെ ആക്രമിക്കും എന്നുണ്ടെങ്കിൽ പോകേണ്ടതില്ല. അതല്ലെങ്കിൽ നിങ്ങളെ അവഹേളിക്കും, അല്ലെങ്കിൽ പള്ളി എവിടെടാ, മുടിവെള്ളം കുടിച്ചടാ എന്നൊക്കെ ചോദിച്ച് നമ്മളെ അവഹേളിക്കാൻ അവർ സംഘം ചേർന്നിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട,
ആ സദ്യകളിൽ പങ്കെടുക്കേണ്ടതില്ല. അതൊക്കെ നമ്മളുടെ ആ ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. പൊതുവെ സദസ്സുകളിലൊന്നും അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പ് പറയാനും വയ്യ അവഹേളിക്കില്ല എന്ന്. കാരണം കാളമ്പാടി ഉസ്താദിന്റെ ജനാസ സന്ദർശിക്കാൻ പോയ AP ഉസ്താദിനെ അടക്കം അവർ കൂക്കി വിളിച്ച സ്ഥിതിക്ക് പിന്നെ ഇപ്പോൾ ഒരു കല്യാണ സദസ്സിൽ അവര് നമ്മെ അപമാനിക്കില്ല എന്ന് വിചാരിക്കാനും ന്യായമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ എന്ന് മാത്രമേ അവരെ കുറിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ നാം അവസാനം പറഞ്ഞത് എന്താണ്? ഹറാമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം സദ്യകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല. പങ്കെടുക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, പങ്കെടുക്കൽ ഹറാമുമാണ്. ഏതുപോലെ അവിടെ നല്ല ഗാനമേള നടക്കുന്നുണ്ട്, പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഗാനമേള നടത്തുന്ന ഒരു കല്യാണ സൽക്കാരമാണ് നമ്മെ ക്ഷണിച്ചിട്ടുള്ളത്. ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ കേൾക്കാം, അടിയിൽ ഭക്ഷണത്തിനുള്ള ഹാളുണ്ടാകും, മുകളിൽ പിന്നെ ഒരു സിംഹാസനം അല്ലെങ്കിൽ ഒരു സ്റ്റേജും ഒക്കെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാകും. അവിടെ കാണാൻ താഴെ ഭക്ഷണ വിതരണം നടക്കുമ്പോൾ മുകളിൽ നല്ല പാട്ടും ഡാൻസും സിനിമാറ്റിക് ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം കല്യാണത്തിലൊന്നും സദ്യകളിലൊന്നും നമ്മൾ പങ്കെടുക്കരുത്. മനഃപൂർവ്വം ഹറാമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത് അതിനുള്ള ഒരു അംഗീകാരമായി തീരും. ഗാനമേളൊന്നും പ്രശ്നമല്ല, മോലിയരും വന്ന് ഭക്ഷണം കഴിച്ചല്ലോ, അല്ലെങ്കിൽ SSFകാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചു പോയല്ലോ, അങ്ങനെ ഒരു അംഗീകാരം, നമ്മുടെ അംഗീകാരം അവർക്ക് ലഭിച്ചു എന്നുള്ള രീതിയിലാകും. ആ ഹറാമിനെ നമ്മൾ അംഗീകാരം കൊടുത്തു എന്നുള്ള നിലയിലാകും. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇനി ആ ഹറാമുകൾ എന്ന് പറയാം. സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടപഴകുന്ന സാഹചര്യം ഉണ്ടാവുക. ആണും പെണ്ണും ഒക്കെ ഒരു പന്തലിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ ഇടപഴകുന്ന രീതിയിൽ അന്യസ്ത്രീകളെ കാണുന്ന രീതിയിലുള്ള ഒരു സദസ്സ്, ഒരു സദ്യ, അതിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അതുപോലെ മ്യൂസിക്, നാടകം, സിനിമാ പ്രദർശനം, ഗാനമേള, മിമിക്രി, മദ്യപാനം, ഡാൻസ്, പ്രതിമ, ജീവികളുടെ ചിത്രം, ഇതൊക്കെ നിഷിദ്ധ കാര്യങ്ങളിൽ പെടുന്നു. ഇവയിൽ വല്ലതുമുള്ള സദസ്സിൽ അറിഞ്ഞുകൊണ്ട് പങ്കെടുക്കാൻ പാടില്ല. അറിയാതെ ചെന്നുപെട്ടാൽ ഉടനെ സ്ഥലം വിടുകയും ചെയ്യണം. തന്റെ സാന്നിധ്യം കൊണ്ട് പ്രസ്തുത ഹറാം നീങ്ങുമെന്ന് കണ്ടാൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. ഇനി നാട്ടിലെ ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ കാര്യപ്പെട്ട ആളാണ്, ഇദ്ദേഹം ചെന്നാൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് അവിടെയുള്ള ഹറാമുകളൊക്കെ നീക്കം ചെയ്യും അല്ലെങ്കിൽ നിർത്തിവെക്കും. ഇദ്ദേഹത്തിന്റെ വാക്കിന് അവർ ഗാനമേള നടക്കുന്ന ഒരു കല്യാണത്തിലേക്ക് ഇയാൾ ചെന്ന് എന്താ കാണുന്നത്, ഇത് ഹറാമല്ലേ, നിർത്തൂ അത് എന്ന് ഇയാൾ പറഞ്ഞാൽ ഇയാളുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഉടൻ തന്നെ ഗാനമേളൊക്കെ നിർത്തിവെക്കാൻ തയ്യാറാകുന്ന സാഹചര്യമാണെങ്കിൽ ഇദ്ദേഹം അവിടെ പങ്കെടുക്കൽ നിർബന്ധമാണ്. കാരണം ഒരു ഹറാം തടയുവാനുള്ളൊരു അവസരമാണല്ലോ. ഇനി അവന്റെ സാന്നിധ്യമോ ഉപദേശമോ ഫലിക്കാതെ വന്നാൽ ഇദ്ദേഹം ചെന്നോ, ഇദ്ദേഹത്തിന്റെ കാരണം എന്താണ്, ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരതൊക്കെ നിർത്തും എന്നാണ്. പക്ഷെ അവരെ അത് കേട്ട ഭാവം നടിക്കുന്നില്ല. ആണെങ്കിൽ ഭക്ഷണം കഴിച്ചു പോയിക്കോ എന്നുള്ളൊരു മനസ്ഥിതിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് പോകണ്ട, നിങ്ങളത് കേൾക്കാൻ നിൽക്കണ്ട, താഴത്തല്ല ഭക്ഷണം, അത് കഴിച്ചു പോയിക്കോളൂ എന്നുള്ളൊക്കെ ഒരു സമീപനമാണെങ്കിൽ ഉടൻ തന്നെ സ്ഥലം വിടുകയും വേണം. തന്റെ സാന്നിധ്യം കൊണ്ട് പ്രസ്തുത ഹറാം നീങ്ങുമെന്ന് കണ്ടാൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അവന്റെ സാന്നിധ്യമോ ഉപദേശമോ ഫലിക്കാതെ വന്നാൽ സ്ഥലം വിടൽ നിർബന്ധമാണ്. സ്ഥലം വിടാൻ സാധിക്കാത്ത നിർബന്ധിതാവസ്ഥ വന്നാലോ പൂർണ്ണമായ വിയോജിപ്പും അതൃപ്തിയും പുലർത്തേണ്ടതാണ്. അതിനോടുള്ള അവന്റെ വിയോജിപ്പും അതിനിപ്പോ ഒരു ജീപ്പില് കുറച്ച് ദൂരെ 5-6 ആളുകൾ കൂടിയിട്ടൊരു വാഹനത്തിലാണ് ആ കല്യാണത്തിന് പോയിട്ടുള്ളത്. അവിടെ ചെന്നപ്പോ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നോക്കി, ഇത് ഹറാമാണ്, നിങ്ങളിത് ഗാനമേള നിർത്തണം എന്ന് പറഞ്ഞപ്പോ അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇവനാരാ അതൊക്കെ പറയാൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അദ്ദേഹത്തിനാകട്ടെ ഒറ്റയ്ക്ക് ഇനി അവിടുന്ന് പോരാനും കഴിയില്ല. അപ്പൊ അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ അവിടെ കുടുങ്ങാണല്ലോ. അപ്പൊ അദ്ദേഹം പറയണം, എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഇതിനോട് തീരെ യോജിപ്പില്ല, ഇത് ഹറാമാണ്, നിങ്ങളിത് ഉപേക്ഷിക്കണം, ഏതായാലും എന്റെ അതൃപ്തി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതന്നെയാണ് പറഞ്ഞത്. ഉസ്താദിനെ കണ്ടാൽ ഗാനമേളക്ക് നിർത്തുമെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഉസ്താദ് തന്നെ ആവണമെന്നില്ല, അവര് വാക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ്, അദ്ദേഹം ചെന്ന് പറഞ്ഞാൽ അവര് നിർത്തുമെങ്കിൽ അദ്ദേഹത്തിന് പോകാം. ഇനി നിർബന്ധിതാവസ്ഥ വന്നാൽ പൂർണ്ണമായ വിയോജിപ്പും അതൃപ്തിയും പുലർത്തേണ്ടതാണ്. ന്യായാധിപനോ മറ്റു ഉദ്യോഗസ്ഥനോ തന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് സദ്യക്ക് ക്ഷണിക്കപ്പെട്ടാൽ താൻ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്ഷണം സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ആര്? ന്യായാധിപൻ. അദ്ദേഹം അവിടുത്തെ ഖാദിയാണ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ് കാര്യപ്പെട്ട.
തന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് സദ്യക്ക് ക്ഷണിക്കപ്പെട്ടാൽ താൻ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്ഷണം സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. സദ്യ 1-2 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഒരു ദിവസത്തെ തവണകളും തദൈവ. ഒരാൾ 3 ദിവസം സദ്യ നടത്തുന്നുവെങ്കിൽ ക്ഷണം സ്വീകരിക്കൽ പ്രഥമ ദിനം നിർബന്ധവും 2ാമത്തെ ദിവസം 3-ാം ദിവസം റാഹത്തുമാണ്. അതായത് ഒരാൾ കല്യാണ സദ്യ നടത്തുന്നത് 3 ദിവസമാണ്. അപ്പോ നമ്മെ 3 ദിവസത്തേക്കും ക്ഷണിച്ചിട്ടുണ്ടെന്ന് വെക്കുക. അതല്ല, ഇനി ആദ്യത്തെ ദിവസം അയാൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും 2ാമത്തെ ദിവസം അയൽവാസികൾക്ക് വേണ്ടിയും 3ാമത്തെ ദിവസം കുടുംബക്കാർക്ക് വേണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളെ ക്ഷണിച്ച ദിവസം ഏതോ ആ ഒരു ദിവസത്തെ ക്ഷണം സ്വീകരിക്കലാണ് നമുക്ക് അഭികാമ്യം. അപ്പൊ പ്രശ്നമില്ല. നേരെ മറിച്ച് എല്ലാവരെയും 3 ദിവസത്തേക്കും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ക്ഷണം സ്വീകരിക്കല് നമുക്ക് നിർബന്ധമാണ്. 2ാമത്തെ ദിവസത്തെ ക്ഷണം സ്വീകരിക്കല് സുന്നത്താണ്. 3ാമത്തേത് കറാഹത്താണ്. ഒരു ദിവസം 3 സമയത്തായി 3 സദ്യകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതേ വിധി തന്നെയാണ്. അദ്ദേഹം രാവിലെ 10 മണിക്ക് ഇറച്ചിയും പൊറാട്ടയും ഒക്കെ ആയിട്ടൊരു സദ്യ, അല്ലെങ്കിൽ ഇറച്ചിയും പത്തിരിയും ഒക്കെ ആയിട്ട് നല്ലൊരു നാസ്ത, ആ സദ്യക്ക് നമ്മെ വിളിച്ചിട്ടുണ്ട്. ഉച്ചക്ക് സമൃദ്ധമായ ഉച്ചഭക്ഷണം, പിന്നെ രാത്രി ഭക്ഷണത്തിനും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3ലും നമ്മൾ പങ്കെടുക്കുന്നതിന്റെ വിധിയും ഇതുപോലെ തന്നെയാണ്. ആദ്യത്തെ ഏതെങ്കിലും 1-ൽ പങ്കെടുക്കല് നിർബന്ധമാണ്. 2ാമത്തേതിൽ പങ്കെടുക്കല്, 2എണ്ണത്തിൽ പങ്കെടുക്കല് സുന്നത്താണ്. 3ാമത്തേതിലും കൂടി പങ്കെടുക്കൽ കറാഹത്താണ്. എന്നാൽ സ്ഥല പരിമിതി നിമിത്തമോ ക്ഷണിതാക്കളുടെ വർധനവ് നിമിത്തമോ ദിവസമോ തവണയോ കൂട്ടുന്നതിന് വിരോധമില്ല. അകാരണമായി 2-ൽ കൂടുതലാക്കുന്നത് അനഭികാമ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, വിവാഹ സദ്യ 1-ാം ദിവസം ബാധ്യതയും 2-ാം ദിവസം ഒരു ഉപകാരവും 3-ാം ദിവസം ഒരു പ്രകടനവും പ്രശസ്തിയും മാത്രമാകുന്നു. എങ്ങനെ? വിവാഹ സദ്യ 1-ാം ദിവസം അത് ബാധ്യതയാണ്, 2-ാം ദിവസം ഒരു ഉപകാരമാണ്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വന്നിട്ട് 2ാമത്തെ ദിവസവും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഉപകാരമാണ്. എന്നാൽ 3ാമത്തെ ദിവസം അതൊരു പ്രകടനവും പ്രശസ്തിക്കും ദുരഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാകുന്നു. അതുകൊണ്ടാണ് അത് കറാഹത്തായി മാറിയത്. ക്ഷണിതാവ് ക്ഷണം സ്വീകരിക്കുമ്പോൾ പ്രവാചക ചര്യയുടെ അനുകരണവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണവും തന്റെ സഹോദരനെ സന്ദർശിക്കുക മുഖേന അവനോടുള്ള വന്ദനവും ലക്ഷ്യമാക്കണം. മാത്രമല്ല, ക്ഷണം തിരസ്കരിക്കുക വഴി തന്നെക്കുറിച്ച് അഹങ്കാരമോ സഹോദര നിന്ദയോ മറ്റുള്ളവർ ധരിക്കാതിരിക്കവണ്ണമുള്ള വിനയവും ലക്ഷ്യമാക്കേണ്ടതാണ്. ഇക്കാര്യങ്ങൾ സദ്യക്ക് പോകുമ്പോൾ ക്ഷണിതാവും കരുതുന്നത് സുന്നത്താകുന്നു. വല്ല പ്രതിബന്ധവും ഉണ്ടെങ്കിൽ സദ്യക്ക് ക്ഷണിച്ചവനെ അത് ബോധ്യപ്പെടുത്തുന്നത് ഉത്തമമാണ്. അങ്ങനെ ചെയ്താൽ തിരസ്കരണ കുറ്റം ഒഴിവാക്കുകയും ചെയ്യാം. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ക്ഷണം സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് അവൻ ഉദ്ദേശിക്കേണ്ടത്? ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ചര്യയാണ്. അള്ളാഹിന്റെ റസൂലിനെ ഞാൻ ഇത്തിബാ ചെയ്യുകയാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പാവപ്പെട്ടവൻ ക്ഷണിച്ചാലും ആ വീട്ടിൽ അവർ നൽകുന്നത് സന്തോഷത്തോടെ അതിൽ നിന്ന് ഭക്ഷിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു ചര്യയാണ് ഞാൻ പിൻപറ്റുന്നത് എന്നുള്ള ഒരു നിയ്യത്താണ് അവന് വേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഒരു സഹോദരൻ ക്ഷണിച്ചാൽ നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അതിനുള്ള അനുസരണവും കൂടിയാണിത്. അപ്പോൾ അള്ളാഹിന്റെ റസൂലിനുള്ള ചര്യ, റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുക, അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക, അള്ളാഹിന്റെ റസൂൽ കൽപ്പിച്ചത് അനുസരിക്കുക എന്നീ 3 കാര്യങ്ങൾ. അതുപോലെ തന്റെ സഹോദരനെ സന്ദർശിക്കുക വഴി അവനോടുള്ള സ്നേഹവും ലക്ഷ്യമാക്കണം. അവനെ ആദരിക്കുക. നിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നിന്നെ ഞാൻ ആദരിച്ചിരിക്കുന്നു, അതുകൂടി ലക്ഷ്യമാക്കണം. മാത്രം ഇനി ക്ഷണം തിരസ്കരിക്കുകയാണെങ്കിലോ അതെങ്ങനെ ആയിരിക്കണം? തന്നെ കുറിച്ച് അഹങ്കാരമോ സഹോദര നിന്ദയോ മറ്റുള്ളവർ ധരിക്കാതിരിക്കവണ്ണമുള്ള വിനയം ലക്ഷ്യമാക്കേണ്ടതാണ്. നമ്മളൊരു ക്ഷണം ഒരാൾ ക്ഷണിക്കുമ്പോൾ എനിക്കന്ന് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ വിനയത്തോടു കൂടെ ആയിരിക്കണം അത് പറയേണ്ടത്. അല്ലാതെ എന്റെ സദ്യക്കൊന്നും വരേണ്ട ആവശ്യം എനിക്കില്ല, അല്ലെങ്കിൽ നിന്റെ ഒരു പീറ സദ്യക്ക് വരാൻ മാത്രമേ ഉള്ളൂ ഞാന്, നീ വേറെ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കുക എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ക്ഷണിച്ചാൽ ഇയാൾ വരില്ല എന്ന് ആ ക്ഷണിച്ച ആൾക്ക് തോന്നുന്ന രീതിയിൽ ആവരുത് നമ്മുടെ തിരസ്കരണം. നമ്മളൊന്നും ഇപ്പൊ ക്ഷണിച്ചാൽ അവൻ വരില്ല, അവനൊക്കെ വലിയ കുറേശ്ശിയാണ്, അല്ലെങ്കിൽ വലിയ സ്ഥാനത്തായി പോയി, അവനൊക്കെ വലിയ പണക്കാർ ക്ഷണിച്ചു പോകും, കാര്യാളുകൾ ക്ഷണിച്ചാലേ പോകുള്ളൂ എന്ന് നമ്മെ ക്ഷണിച്ച പാവപ്പെട്ടവന്റെ മനസ്സിൽ ചിന്ത വരുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ തിരസ്കരിക്കരുത്. അത്തരം സദ്യകളിലൊക്കെ നമ്മൾ അങ്ങനെ വരും ചിന്ത അദ്ദേഹത്തിന് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സദ്യയിൽ പങ്കെടുക്കുക തന്നെ വേണം.
എന്നാൽ നമ്മുടെ പ്രതിബന്ധം അദ്ദേഹത്തെ വല്ല ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് വല്ല പ്രതിബന്ധവും ഉണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം നമ്മൾ ക്ഷണിച്ചവനെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഉത്തമമാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നതാണ്. തിരസ്കരണ കുറ്റം ഒഴിവാക്കുകയും ചെയ്യാം നമുക്ക്. ഇനി വ്രതം സദ്യാക്ഷണം സ്വീകരിക്കുന്നതിന് പ്രതിബന്ധമല്ല. വ്രതം, നോമ്പ്, സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ ഫർദിന് ക്ഷണിക്കില്ലല്ലോ, സുന്നത്ത് നോമ്പ് ആയിരിക്കും പലപ്പോഴും. ചിലപ്പോൾ നമുക്കത് നിർബന്ധമായ നോമ്പായിരിക്കും, ഖളാ വീട്ടുന്നതൊക്കെ ആയിരിക്കാം. എങ്കിലും സദ്യയുടെ ക്ഷണം സ്വീകരിക്കുന്നതിനുള്ള പ്രതിബന്ധമല്ല നോമ്പ്. നോമ്പുകാരനാണെങ്കിലും ക്ഷണം സ്വീകരിക്കൽ ബാധ്യതയാണ്. ഇനി നിർബന്ധമാണ്, നേർച്ചയതോ ഖളാ വീട്ടുന്നതോ ആയ നോമ്പാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷെ ക്ഷണം സ്വീകരിക്കാം, അവിടെ ചെല്ലാം, എന്നിട്ട് നമ്മുടെ ആതിഥേയനോട് നമ്മെ ക്ഷണിച്ച ആളോട് പറയാം, എനിക്കിന്നിങ്ങനെ ഞാൻ നോമ്പ് ഖളാ വീട്ടുന്നതാണ്, അല്ലെങ്കിൽ എന്റെ നേർച്ചയാക്കിയ നിർബന്ധമായ നോമ്പായതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ക്ഷണം ഞാൻ സ്വീകരിച്ചു എന്നുള്ള ഒരു സന്തോഷം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നമുക്ക് തിരിച്ചു പോരാം. എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ സുന്നത്ത് നോമ്പിൽ അത് മുറിക്കാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷെ താൻ ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് സദ്യ നൽകുന്ന ആൾക്ക് മനക്ലേശമുണ്ടെന്ന് കണ്ടാൽ നോമ്പ് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് ബലമായ സുന്നത്ത് നോമ്പാണെങ്കിലും ശരി, തന്റെ സഹോദരന്റെ മനസ്സിന് സന്തോഷം പകരുക എന്ന ഉദ്ദേശത്തോടെയാണ് നോമ്പ് മുറിക്കേണ്ടത്. ഇവിടെ ആ സുന്നത്ത് നോമ്പിനേക്കാൾ പ്രധാനം മുസ്ലിമായ തന്റെ സഹോദരന്റെ സന്തോഷമാണ്. അതായത് നമ്മളെ ഒരാൾ ക്ഷണിച്ചു, നമ്മളവിടെ ചെന്ന ദിവസം നമുക്ക് നോമ്പിന്റെ ദിവസമാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ നോമ്പ് നമ്മൾ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊരു ആദത്താണ്, അതൊരു ഉപേക്ഷിക്കൽ കറാഹത്താണ്. പിന്നെ അപ്പൊ അങ്ങനെ ഒരു നോമ്പുമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ മുടങ്ങാതെ എടുക്കുന്നതാണ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ്. അപ്പൊ അദ്ദേഹം പറയല്ല, ഇന്നത്തെ ഒരു നോമ്പല്ലേ, അത് പോട്ടെ എന്ന് വിചാരിച്ച് അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഇത്രയും വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകരുത്, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണിത്, നിങ്ങളാണ് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്, നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ നോമ്പ് മുറിച്ചുകൊണ്ട് ആ സഹോദരന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, എന്റെ സഹോദരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ നോമ്പ് മുറിക്കുന്നു എന്നുള്ള ഒരു നിയത്തോട് കൂടിയിട്ട് നോമ്പ് മുറിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ആ സഹോദരന് സന്തോഷം പകരുകയും വേണം. ഇനി പൊങ്ങച്ചമോ ബാഹ്യപ്രകടനമോ വരില്ലെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് ഒഴികഴിവ് പറയാവുന്നതാണ്. ഏതായിരുന്നാലും നോമ്പ് നിമിത്തം സദ്യാക്ഷണം നിരസിക്കാവതല്ല. സദ്യക്ക് പോകണം. ആതിഥേയന് അനിഷ്ടമില്ലെങ്കിൽ നോമ്പ് നിലനിർത്തുകയും ചെയ്യണം. എങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ സദ്യക്ക് പോകുന്നത്? തിന്നാനല്ലേ സദ്യയും വിരുന്നും? അങ്ങനെയല്ല. ഭോജനം മാത്രമല്ല സ്വീകരണത്തിന്റെ ലക്ഷ്യമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അവർ തിന്നില്ലെങ്കിലും അവരുടെ സാന്നിധ്യം കൊണ്ടും ലക്ഷ്യം സഫലമാകും. അവർ മുഖേന ആതിഥേയർക്കും സദസ്യർക്കും അനുഗ്രഹം ലഭിക്കും. അവർ സദസ്സിനൊരു അലങ്കാരമായി തീരും. അവരുടെ നിർദ്ദേശങ്ങൾ അവർക്ക് ഫലപ്രദമാകും. അവരുടെ സാന്നിധ്യം നിമിത്തം അഭംഗിയായ പല കാര്യങ്ങളും അവരുപേക്ഷിക്കാനിടവരും. സർവോപരി അവന്റെ പ്രാർത്ഥന ആതിഥേയന് ഒരു അനുഗ്രഹമായി പരിഗണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിണമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽപ്പറഞ്ഞ പ്രസ്താവന നമുക്കിവിടെ ഒന്നുകൂടി അനുസ്മരിക്കാം. ഇതിൽ ഒരാൾ ക്ഷണിക്കപ്പെട്ടാൽ അവൻ ക്ഷണം സ്വീകരിക്കട്ടെ, എന്നിട്ട് അവൻ നോമ്പുകാരനാണെങ്കിൽ പ്രാർത്ഥിച്ചു കൊടുക്കട്ടെ, നോമ്പില്ലാത്തവനെങ്കിൽ ആഹാരം കഴിക്കുകയും ചെയ്യട്ടെ. ക്ഷണിതാക്കളെ പല തട്ടുകളായി തിരിച്ച് സദ്യയിൽ വിവേചനം കാണിക്കുന്നത് അനഭികാമ്യമാണ്. അതായത് അഭികാമ്യമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കറാഹത്താണ്. അതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് മനക്ലേശം ഉണ്ടാകുമെങ്കിൽ ചിലർക്കു മാത്രം വിശേഷാഹാരങ്ങൾ നൽകുന്നത് ശരിയല്ല. എന്നാൽ സുന്നത്തിനു വിരുദ്ധമായി ആതിഥേയർ അങ്ങനെ ചെയ്താൽ പ്രത്യേകക്കാർക്ക് വേണ്ടി തയ്യാർ ചെയ്ത വിശേഷാഹാരം മറ്റുള്ളവരെടുത്ത് കഴിക്കാനും പാടില്ല. എങ്ങനെ? അതിഥികൾക്ക് നമ്മുടെ എല്ലാവരെയും കുറച്ചർക്ക് വിശേഷപ്പെട്ട ആഹാരവും മറ്റുള്ളവർക്കൊക്കെ ലോക്കൽ ആഹാരവും നൽകുന്നത് തെറ്റാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള ആഹാരങ്ങളായിരിക്കണം നൽകേണ്ടത്. ഇനി ഒരു ആള് നമ്മെ ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് നോക്കുമ്പോഴോ കുറച്ച് VIP-കൾക്ക് വേണ്ടിയിട്ട് ആള് VIP ഭക്ഷണം വീടിന്റെ ഉള്ളിലെ ഡൈനിങ് ഹാളില് റെഡിയാക്കിയിട്ടുണ്ട്. പന്തലിലൊക്കെ സാധാരണക്കാർക്ക് സാധാരണ ഭക്ഷണം വിളമ്പുന്നുണ്ട്. അപ്പൊ നമ്മള് അതെന്തെങ്ങനെ അങ്ങനെ ഒരു സദ്യയില് ഒരു ക്ഷണത്തിൽ ഭക്ഷണം ഭോജനം പാടില്ല പറഞ്ഞിട്ട് നമ്മള് കയറി ചെന്നുകൊണ്ട് ഡൈനിങ് ഹാളിലെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പാടില്ല. നമുക്ക് തരുന്നത് നമ്മൾ കഴിക്കുകയാണ് വേണ്ടത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത കുറ്റം
ആർക്കാണ്? ആ നമ്മെ സദ്യക്ക് ക്ഷണിച്ച ആതിഥേയനാണ്. നമ്മളത് വിശേഷാഹാരം എടുത്ത് കഴിക്കാനും പാടില്ല. അപ്രകാരം തന്നെ ക്ഷണിക്കാത്ത സദ്യക്ക് പോകുന്നതും നിഷിദ്ധമാണ്. ക്ഷണിക്കാത്ത സദ്യക്ക് ഇപ്പൊ ഒരു ഫാഷനാണ്. ഇപ്പൊ കുറച്ചു കാലം മുമ്പൊക്കെ ഞങ്ങളുടെ നാടുകളിലൊക്കെ ഫാഷനായിരുന്നു. എന്ത്, എവിടെയെങ്കിലുമൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ കയറി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അത് വലിയ ഒരു മേന്മയായിട്ട് പറഞ്ഞു നടക്കുകയും ചെയ്യും. ചെറുപ്പക്കാരുടെ ഇടയിലാണത്. അങ്ങനെ പലരും പല വിഡ്ഢിത്തങ്ങളിലൊക്കെ പോയി പെട്ടതൊക്കെ പിന്നീട് വലിയ തമാശയായി പറയാറുണ്ട്. അതായത് രണ്ടു പേരുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. രണ്ടാളുകൾ അങ്ങനെ ഒരു വീട് കണ്ട് വലിയ പന്തലൊക്കെ കണ്ടപ്പോൾ അവിടെ കയറി ചെന്ന് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ഇവർ ചെന്നപ്പോ ഏകദേശം ഭക്ഷണം കഴിക്കൽ കഴിയാനായിക്കണം. ഏതായാലും ഇവർക്ക് ഭക്ഷണം കൊടുത്തു. എന്നിട്ടിങ്ങനെ വിളമ്പി കൊടുക്കുന്ന ആള് വീട്ടുകാരൻ തന്നെ ചെന്ന് ചോദിച്ചു, നിങ്ങളല്പം വൈകി, എവിടുന്നാണ്, ആരുടെ ആളാണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങള് വരന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു. വരനോ ഇവിടെ? അപ്പോ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇവര് വിചാരിച്ചത് കല്യാണമാണെന്നാണ്. വരന്റെ ആൾക്കാരോ? ഇത് പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവര് പരസ്പരം മുഖത്തോട് മുഖം നോക്കി അക്കിടി പറ്റിയത് മനസ്സിലായി. എണീക്കാൻ നിന്നപ്പോ വീട്ടുകാരൻ പറഞ്ഞു, അത്ര സാരമില്ല, ഏതായാലും വന്ന് ഇരുന്നതല്ലേ, ഇനി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് ഇപ്പോഴും അവിടെ പറയാറുണ്ട്. അപ്പോ ക്ഷണിക്കാത്ത സദ്യക്ക് കയറി ചെന്നാൽ ഇത്തരം അക്കിടികളൊക്കെ പറ്റും. അതുകൊണ്ട് നമുക്ക് ഏതായാലും പറ്റില്ല. FB-യിൽ കണ്ടതൊന്നല്ല, ഇത് എന്റെ നാട്ടില് അനുഭവമുള്ളതാണ്. അപ്പൊ ഏതായാലും ക്ഷണിക്കാത്ത സദ്യക്ക് പോകൽ ഹറാമാണ്. ഹറാമായ ഭക്ഷണം ഉദരത്തിൽ പ്രവേശിപ്പിക്കുന്നത് മനസ്സും ആത്മാവും ദുഷിക്കുന്നതിന് കാരണമായി തീരും. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമുക്ക് നിസ്കാരത്തിലൊന്നും ശ്രദ്ധ കിട്ടില്ല, നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷണിക്കാത്ത സദ്യകളിൽ കയറി ചെന്നുകൊണ്ട് നമ്മുടെ രക്തത്തെയും ശരീരത്തെയും ആത്മാവിനെയും ഒന്നും ദുഷിപ്പിക്കരുത്. ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. സദ്യയും വിരുന്നും എന്നുള്ള ഈ ഒരു വിഷയത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ആളുകൾ, റേഡിയോ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. നമ്പർ റേഡിയോന്റെ ബാനറിൽ ഇട്ടത് കൊണ്ടാവാം. ഏതായാലും റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. നമുക്ക് തൗഫീഖ് നൽകട്ടെ, നല്ല വിവരങ്ങൾ, നാഫിയായ ഇൽമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേകം